ഒരുപാട് പേരെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ മക്കളെ കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ മോനും മോളും അല്ലേ? മോനും മോളും. മോളും മൂത്ത് കല്യാണം കഴിഞ്ഞു ഓസ്ട്രേലിയയിലാണ്. നല്ല മോനെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. സണ്ണിലോ മിലൻ എന്ന പേരാണ്. എവിടെ വീട് സണ്ണിലോന്റെ വീട്? അവര് സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ. ട്രിവാൻഡ്രം കുട്ടിയാണ്. നല്ല മോനാണ്. നല്ല മോക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി. അപ്പൊ മകളിപ്പോ ഫോണിലുണ്ട്. മോളുടെ ഫോൺ കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മോളായിട്ടൊന്ന് സംസാരിക്കാം. ഹലോ ബാവേ. ഹലോ സംസാരിച്ച മോനെവിടെ? മിലനെവിടെ? മോനെ മോൻ. മോനെ ഇത് സമാഗം എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിലാണ്. സമാഗമം കേട്ടാ? കമൽ സാറാണേ, ഡയറക്ടർ കമൽ സാറാണ് സംസാരിക്കുന്നത്. ഹലോ 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 ഹലോ. അതെ, മോക്ക് വലിയ ഇഷ്ടമാണ്. ആണല്ലേ? ശരി, ഓക്കെ. അമ്മയുടെ പഴയ പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? എപ്പോഴും കാണാറുണ്ടോ? ആണല്ലേ? അത് ചോദിക്കാൻ കാരണം അമ്മയുടെ അനിയത്തിയോട് ചോദിച്ചു, അവളുടെ അവള് കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു അനു ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, അനു എപ്പോഴും ഇട്ട് കാണാറുണ്ടെന്ന് പറഞ്ഞു. കണ്ടിട്ടുണ്ടല്ലേ? അത് ശരി ശരി. അച്ഛന്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കണ്ടിട്ടുണ്ടല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? എനിക്ക് ഇന ഇഷ്ടാണ്, ദേവാസുരം ഇഷ്ടാണ്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഉണ്ട്, കൊറേ ഉണ്ട്. പക്ഷെ ദേവാസുരം ഭയങ്കര ഫേവറേറ്റ് ആണോ? എനിക്ക് അമ്മ കൊറേ കരയുന്ന പടങ്ങൾ അത്രയൊന്നും ഇഷ്ടമല്ല അല്ലേ? ഹലോ മിലൻ. ഹലോ. ഞങ്ങള് കണ്ടിട്ടില്ല, മിലനെ കണ്ടിട്ടില്ലെങ്കിലും വളരെ സന്തോഷം ഈ ഷോയില് കണ്ടിട്ടുണ്ടാവും. അത് ശരി ശരി. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ അനുവിനോട് ചോദിച്ച ഏത് പടമാണ് ഇഷ്ടം അച്ഛന്റെ അമ്മയുടെ ഒക്കെ. അപ്പൊ മിലൻ ഏത് പടമാണ് ഇഷ്ടം? ഏറ്റവും ഇഷ്ടപ്പെട്ട പടം? ദേവാസുരം. ഓക്കെ 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 ഓക്കെ. അതൊരു പിന്നെ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നല്ലോ. കാരണം മലയാള സിനിമയുടെ ഒരു വേറൊരു, ഇപ്പൊ ഞാൻ പറയായിരുന്നു ഇവിടെ അവളുടെ ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയൊരു ട്രെൻഡ് ഉണ്ടാക്കി. അതിനുശേഷം ദേവാസുരമാണ് വേറൊരു ട്രെൻഡ് ഉണ്ടാക്കിയത്. എല്ലാത്തിനും കാരണക്കാരൻ ശശിയേട്ടനാണ്. താങ്ക് യു മോനെ. വാവേ താങ്ക് യു. വാവേ താങ്ക് യു മോനെ. ശരിയമ്മ, കുഴപ്പമില്ല. എൻജോയ്. ഓക്കെ, താങ്ക് യു രജ. ബൈ 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 മോനെ. ഓക്കെ മാ. ഓക്കെ ഡാ. ബൈ കുട്ട. ബൈ മോനെ. ബൈ കിട്ടി. മോളെ ഒരു സിനിമയിൽ അഭിനയിച്ചു. പിന്നെ ശശിയേട്ടൻ ചെയ്തതാണ് സിംഫണി അല്ലേ? ഇനി നമുക്ക് ഏതായാലും അടുത്ത ഗസ്റ്റിലേക്ക് പോവാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഗസ്റ്റ് വളരെ വിശേഷപ്പെട്ട വളരെ സീനിയർ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. ആ ഗസ്റ്റ് ഇവിടെ വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. ഒന്ന് സിനിമയിലെ ശബ്ദത്തെക്കുറിച്ചാണ്. അതായത് ഇപ്പോൾ സീമ ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷെ ഒന്നും സീമയുടെ ശബ്ദമായിരുന്നില്ല അല്ലേ? അവസാന കാലത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ കേട്ട് ശീലിച്ചിട്ടുള്ള സീമയുടെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ശാന്തിയാണ്. കോട്ടയം ശാന്തി ഇല്ലെങ്കിലും ഇപ്പം നമ്മോടൊപ്പം വേറൊരു സീനിയർ ആർട്ടിസ്റ്റ്, സീനിയർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടി ആയിട്ടുള്ള പാലാ തങ്കമുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സീനിയർ ആർട്ടിസ്റ്റായ ശ്രീമതി പാലാ തങ്കം. ചേച്ചി ഓർമ്മയില്ല ഞങ്ങളെയൊക്കെ? പിന്നെ നിങ്ങളൊക്കെ ഓർക്കാതിരിക്കാൻ പറ്റുമോ? ചേച്ചി നമ്മുടെയൊക്കെ ജീവിതമായിട്ട് വളരെയധികം അല്ലേ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്തിനാ കാര്യം? എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ആവുള്ളൂ. ഇപ്പോൾ സീമയും ശശിയേട്ടനെ കണ്ടപ്പോൾ തന്നെ. ചേച്ചി ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ബന്ധമുണ്ട്. കാരണം ഞാനും ചേച്ചിയും കൂടി തൊട്ട വീട്ടിൽ താമസിച്ചിട്ടുണ്ട്, കോടമ്പാക്കത്ത് സാലിഗ്രാമത്ത്. ചേച്ചിയുടെ നെക്സ്റ്റ് ഡോറിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞാൻ. അപ്പം അങ്ങനെ എല്ലാവർക്കും കുറേ ബന്ധങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും സിനിമയിൽ. ഇപ്പം എനിക്ക് തോന്നുന്നു സീമയ്ക്കും അങ്ങനെയൊക്കെയാണ്, ശശിയേട്ടനും അല്ല ശശിയേട്ടൻ്റെ പടങ്ങളിൽ അഭിനയിക്കുകയും നിങ്ങൾ തമ്മിലുള്ള ബന്ധം. എൻ്റെ മോളും ഞാനുമായിട്ടുള്ള ആദ്യത്തെ ബന്ധം ഒരു 12 വയസ്സ് കാണും സീമയ്ക്ക്. തിക്കുറി സാർ ഒരു പടം എടുത്തു, സംവിധാനം ചെയ്തു, കർപ്പകത്തിൻ്റെ. അതിലൊരു വിളിച്ചോണ്ട് പോയത് ഒരു 12 വയസ്സുള്ളൊരു കുട്ടിയെ വേണം. എനിക്ക് 4 മക്കളാണ്. ഒന്ന് ഉമ്മക്ക, ഒന്ന് രാഖിയമ്മ, ഒന്ന് നമ്മുടെ വരലക്ഷ്മി, PR വരലക്ഷ്മി ആദ്യമായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഇളയതൊരു കുട്ടി വേണം.
അങ്ങനെയാണ് രാഖിയമ്മ എന്ന് പറഞ്ഞാൽ രാഗിണി. രാഖിയമ്മ. അങ്ങനെയാണ് ഈ കുട്ടി ആദ്യമായിട്ട് എൻ്റെ മകളായിട്ട് എന്നെ അമ്മയെന്ന് വിളിച്ച് സിനിമയിലേക്ക് വന്നു. ഓർമ്മയുണ്ടോ? അച്ഛൻ്റെ ഭാര്യ. അച്ഛൻ്റെ ഭാര്യ. അങ്ങനെ പടത്തിൻ്റെ പേര്. പടത്തിൻ്റെ പേര്. പല സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടാവും പിന്നീട് അല്ലേ? ഞങ്ങൾ തമ്മിൽ പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. നമുക്കിപ്പോൾ ഇപ്പോൾ ചേച്ചിയുടെ കാര്യങ്ങൾ അറിഞ്ഞു. കൂട്ടത്തിൽ ഈ മദ്രാസിൽ നിങ്ങൾ സിനിമാ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണെന്നാണ് എം.ഒ. ദേവസ്യ അല്ലേ? ദേവസ്യേട്ടനെ നമുക്ക് മറക്കാൻ പറ്റില്ല, ശശിയേട്ടനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല, എനിക്ക് മറക്കാനേ പറ്റില്ല. അതെ അതെ അതെ. ഏതായാലും ഈ ഷോയിൽ നമുക്ക് ദേവസ്യേട്ടനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ദേവസ്യേട്ടൻ മരിച്ചപ്പോഴും ഞാൻ പോയില്ല, ശശിയേട്ടനെ മാത്രം അയച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടനെ കാണണ്ട, എനിക്ക് മരിച്ചു എന്ന് ഞാൻ വിചാരിക്കണ്ട. ജയേട്ടനെ ഞാൻ കണ്ടിട്ടില്ല. മരിച്ചിട്ട് ഈ കരച്ചിലൊക്കെ അല്ലാതെ ശശിയേട്ടൻ പറഞ്ഞ് കാണണ്ട, കണ്ടിട്ടില്ല. ആ മുഖം പിന്നെ ഓർമ്മയിലുണ്ടാവും. കണ്ടിട്ടില്ല. ദേവസ്വൻ എൻ്റെ എവിടെയും പോയിട്ടില്ല. ദേവസ്വൻ മരിക്കുമ്പോഴും 4 പേരെ കാണണം എന്ന് പറഞ്ഞു. ഒന്ന് പുള്ളിൻ്റെ അമ്മേനെ, അച്ഛനെ, ഭാര്യനെ, എന്നെ. എനിക്ക് സീമമ്മോളെ കാണണം. ഇവര് മരിച്ചതിന് ശേഷമാണ് പറയുന്നത്. ജീവനോടുള്ളപ്പം ആ ഹോസ്പിറ്റലെങ്കിലും ഞാൻ പോയി കണ്ടേനെ. കാരണം അതൊക്കെ ഒരു വല്ലാത്തൊരു വ്യക്തിത്വങ്ങളായിരുന്നു അല്ലേ എം.ഒ. ദേവസ്യ എന്നൊക്കെ പറഞ്ഞാൽ.